സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭീഷണിയായി കനത്ത മഴ തുടരുന്നു. തിങ്കളാഴ്ച മുതൽ ശക്തമായ മഴയാണ് ഇവിടെ പെയ്യുന്നത്. മക്ക, മദീന തുടങ്ങിയ മേഖലകളിൽ മഴ മൂലമുണ്ടായ വെള്ളപ്പൊക്കം കാര്യമായ ഗതാഗത തടസ്സത്തിന് കാരണമാവുകയും ആളുകൾ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പരിസ്ഥിതി, ജലം, കൃഷി മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് മിതമായതോ കനത്തതോ ആയ മഴ രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. മദീനയിലെ ബദർ ഗവർണറേറ്റിലെ അൽ ഷാഫിയയിൽ 49.2 മില്ലിമീറ്ററും ജിദ്ദയിലെ അൽ ബസത്തീൻ ജില്ലയിൽ 38 മില്ലിമീറ്ററുമാണ് മഴ രേഖപ്പെടുത്തിയത്. ഇതിൽ അൽ ഷാഫിയ തന്നെയാണ് മഴ കൂടുതൽ പെയ്ത ഇടം. മദീനയിൽ പലയിടത്തും കാര്യമായ മഴ ലഭിച്ചു. പ്രവാചകന്റെ മസ്ജിദിന് സമീപമുള്ള സെൻട്രൽ ഹറം ഏരിയയിൽ 36.1 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. മക്ക, മദീന, ഖാസിം, തബൂക്ക്, വടക്കൻ അതിർത്തികൾ, അൽ ജൗഫ് മേഖലകളിൽ ഇന്നും മഴ തുടരുമെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇന്നും ശക്തമായ മഴയാണ് പലയിടത്തും പെയ്തത്. സൗദിയിലെ മഴ കനത്ത വെള്ളപ്പൊക്കത്തിന് കാരണമായതായി വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ ശക്തിയിൽ കാറുകൾ നീങ്ങുന്നതും റോഡിന് നടുവിൽ കുടുങ്ങിയ ബസ്സുകളുടെയും ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സൗദി പ്രസ് ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജിദ്ദ നഗരം ഉൾപ്പെടെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ കനത്ത വെള്ളത്താൽ നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. വിശുദ്ധ നഗരമായ മക്കയിൽ ഇത് വലിയ പ്രതിസന്ധിക്കാണ് ഇടയൊരുക്കിയിരിക്കുന്നത്. സൗദി അറേബ്യയിലെ മക്കയിലും മദീനയിലും ഇടിമിന്നലും കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തരം വെള്ളപ്പൊക്കങ്ങൾ അപൂർവമായ ഒരു പ്രതിഭാസമല്ല, പ്രത്യേകിച്ചും ജിദ്ദയിൽ. നേരത്തെയും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. കനത്ത വെള്ളപ്പൊക്കത്തിൽ കാറുകൾ മുതൽ ബസ്സുകൾ വരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. മക്കയുടെ തെക്ക് കിഴക്കുള്ള അൽ അവാലി പ്രദേശത്ത് കുടുങ്ങിയ കുട്ടികളെ രക്ഷിക്കാൻ ആളുകൾ ശ്രമിക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. മുൻപ് വെള്ളപ്പൊക്കം മൂലം 2009 100-ലധികം ആളുകൾ മരിച്ച സ്ഥലമായ മക്ക, മദീന, തുറമുഖ നഗരമായ ജിദ്ദ എന്നിവിടങ്ങളിൽ സൗദി അറേബ്യ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഫ്ലൈറ്റ് ഷെഡ്യൂളുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾക്കായി യാത്രക്കാർ എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്ന് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാനമായി പല മേഖലകളിലും റോഡ് ഗതാഗതവും സാരമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ തന്നെ ഒന്നൊഴിയാതെ ജിദ്ദ നഗരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും തുള്ളിക്കൊരു കുടം പോലെയാണ് മഴ പെയ്തിറങ്ങിയത്. കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ തുടങ്ങിയ മഴ 1 മണിക്കൂർ വരെ നീണ്ടുനിന്ന സാഹചര്യമായിരുന്നു. പല റോഡുകളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടത് വാഹന ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഹൈനയും ഭാഗത്തുണ്ടായ വെള്ളക്കെട്ട് നീക്കാൻ ദീർഘമായ സമയമെടുത്തതിനാൽ ജിദ്ദ മദീന ഹൈവേ റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ജിദ്ദയിലെ ബസാത്തീൻ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. 38 മില്ലിമീറ്റർ മഴയാണ് കുറഞ്ഞ സമയത്തിനകം ഇവിടെ ലഭിച്ചത്. ശരിക്കും പേമാരി തന്നെയാണ് അനുഭവപ്പെട്ടത്. ബുധനാഴ്ച വരെ സൗദിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന അപകടകരമായ പ്രദേശങ്ങളിലുള്ള സന്ദർശനം അത്യാവശ്യമല്ലെങ്കിൽ ഒഴിവാക്കണമെന്നും സൗദി സിവിൽ ഡിഫൻസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വ്യാപക മഴയെ തുടർന്ന് രാജ്യവ്യാപകമായി ശൈത്യം കടുത്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ കൊടും ശൈത്യത്തിന്റേതാകും. ശക്തമായ ശീതക്കാറ്റും വീശുന്നുണ്ട്. സൗദി സ്കൂളുകളെല്ലാം ഒരാഴ്ചത്തെ അവധിയിലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവധി പ്രഖ്യാപിക്കേണ്ടി വന്നില്ല. എന്നാൽ ഇന്ത്യൻ സ്കൂളുകളിൽ ഹ്രസ്വകാല അവധിക്ക് ശേഷം അധ്യയനം പുനരാരംഭിച്ചിരുന്നതിനാൽ തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കേണ്ടി വന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.